അസ്സലാമലൈക്കും സത്താർ ഭായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? റാഹത്തല്ലേ? എന്താ പല നിറത്തിലുള്ള പെർഫ്യൂമിന്റെ ബോട്ടിലുകൾ? ഇതിൽ എന്തെങ്കിലും ഒരു ചരിത്രം ഉണ്ട്? എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഇത് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇതെന്ത് വെച്ചെങ്കിൽ ഇത് പല ബോട്ടിൽ പല ചരിത്രത്തിലാണ് കിടക്കുന്നുള്ളത്. അതായത് നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ പറയാം. ഈ സാധനം ഇതൊരു പ്രത്യേക ഒരു സ്മെല്ലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജർമ്മനിൽ പോയിട്ടായിട്ടാകുമ്പോൾ അവിടെ നിന്നൊരു യൊത്തോ എന്ന് പറയുന്ന ഒരു ഫ്ലവർ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയൊരു ഫ്രാഗ്രൻസ് ആണ് ഇത്. അതിൻ്റെ ആ രാജ്യത്തിൻ്റെ എന്തെല്ലോ മഹത്വമുള്ളൊരു ചെടിയായിരുന്നു അത്. പക്ഷേ ഒരുപാട് മഹത്വമുള്ള ഒരു കാര്യമാണിത്. ഇതിനെ പല ചരിത്രങ്ങൾ ഈ ബോട്ടിലിന് കിടക്കുന്നുണ്ട്. പല ആൾക്കാർക്ക് വേണ്ടിയിട്ട് മേക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പല രാജ്യത്തു നിന്നും കൊണ്ടുവന്ന കൊണ്ടുവന്ന ഇത് ഞാൻ ഓരോ ബോട്ടിലുകൾക്കും ഓരോ കഥ പറയാനുണ്ട്. ഇതിന് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാ സ്പെഷ്യലാണ്. ഇത് നമ്മൾ മാങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇന്ത്യയിൽ. അവിടെ നിന്ന് പ്രത്യേക ഒരു മലഞ്ചെരുവിൻ്റെ എടുക്കുന്ന പ്രത്യേകതരം സസ്യങ്ങൾ പൂക്കളും കൊണ്ടുവന്ന് വാട്ടിയിട്ട് അതിൻ്റെ ഓയിലിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേകതരം ഫ്രാഗ്രൻസ്. അമേസിംഗ് ആണ്. പക്ഷേ എൻ്റെ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫ്രാഗ്രൻസ് ലവർ ആണെങ്കിൽ എൻ്റെ പീഡ് ജസ്റ്റ് ഒന്ന് വന്നോ, വാങ്ങണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. നിങ്ങൾ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിത്തിൻ 1 വീക്ക്, ആഫ്റ്റർ 1 വീക്ക് ഈ കം ബൈ. അതാണ് എനിക്ക് എൻ്റെ പെർഫ്യൂം ലവറോട് പറയാനുള്ളത്. ഇൻഷാ അല്ലാ ഇത് ലൊക്കേഷൻ വരുന്നത് സത്വ റൗണ്ട് ബോണ്ട് എടുക്കുക, അൽമറായ് ബിൽഡിങ്ങിന്റെ 21 നമ്പർ ഷോപ്പ് ലാസ്റ്റ് ചോയ്സ് ആണ്. ക്യാമറമാൻ മുബാർക്ക് സാദ്, ലാസ്റ്റ് ചോയ്സ് സത്വ ഷോപ്പ് നമ്പർ 21. എല്ലാവരും വരിക, ഫ്രാഗ്രൻസ് എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് വാങ്ങിയാൽ മതി. ഇഷ്ടപ്പെട്ട മാത്രം വാങ്ങിയാൽ മതി. ഇൻഷാ അല്ലാ. ഓക്കെ.